അധികാരം നോക്കിയിട്ടില്ല. എന്റെ പ്രിയമുള്ളവരെ, മുത്തുനബിയുടെ മുന്നിൽ വന്ന് കരഞ്ഞുകൊണ്ട് പറയുന്ന ചെറുപ്പക്കാർ, നിങ്ങൾ പലരും ചിന്തിച്ചു നോക്കൂ. വർഷങ്ങളോളം കഷ്ടപ്പെട്ട് പണമുണ്ടാക്കിയിട്ടൊരു വീട് വെച്ചു, ഒരുപാട് കാലം കഷ്ടപ്പെട്ടു ഒരു വീട് വെച്ചു. അവസാനം വീട്ടിലെ നാട്ടുകാരെ മുഴുവനും വിളിച്ചു കൂട്ടിയിട്ട് പുതിയ വീട്ടിലേക്ക് താമസം തുടങ്ങുന്നതിന്റെ തലേ ദിവസം എത്രയോ പേരുടെ മയ്യത്ത് വീടിന്റെ അകത്ത് കൊണ്ട് കയറിയിട്ടുണ്ട്. ഒരു രാത്രി പോലും, ഒരു ദിവസം പോലും താൻ സമ്പാദിച്ചത് മുഴുവനും കൊണ്ട് അല്ലാഹുവേ വെച്ചിരുന്ന വീടിന്റെ അകത്ത് ഒരു ദിവസം പോലും കടക്കാൻ കഴിയാതെ പള്ളിക്കാട്ടിലേക്ക് കടന്നുപോയി എത്രയോ പേരുടെ ചരിത്രം നമുക്കറിയാം. അതുകൊണ്ട് സഹോദരാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് പരാതി പറഞ്ഞ ചെറുപ്പക്കാരനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, പൊന്നുമോനെ, എങ്കിലും നീ ആ വീടിനെ വിറ്റ് കളഞ്ഞു. ആ വീട് നിനക്ക് ചേർന്നതല്ല, അത് നീ ഉപേക്ഷിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ, നമ്മുടെ വീടുകൾ പടച്ചവനെ റഹ്മത്തിന്റെ മലക്കിറങ്ങുന്ന വീടല്ല, അല്ലാഹുവിന്റെ മാലാഖമാർ ഇറങ്ങി വരുന്ന വീടല്ല. ഇന്ന് നമ്മുടെ പലരുടെയും വീട് സമാധാനമില്ലാത്തതിന്റെ കാരണം, സന്തോഷമില്ലാത്തതിന്റെ കാരണം, എത്ര കിട്ടിയാലും തികയാത്തതിന്റെ കാരണം, മക്കൾ പരസ്പരം തമ്മിലടിക്കുന്നതിന്റെ കാരണം, ഭാര്യയും ഭർത്താവും പൊരുത്തമില്ലാത്തതിന്റെ കാരണം, പടച്ചവനെ രോഗങ്ങളും മരണങ്ങളും വീടിന്റെ അകത്ത് സംഭവിക്കുന്നതിന്റെ കാരണം, എന്റെ പ്രിയമുള്ളവരെ, സമാധാനമില്ലാത്തതിന്റെ കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റഹ്മത്തുകൾ ഇറങ്ങി വരുന്ന വീടല്ല. ഇന്ന് നമ്മുടെ പലരുടെയും വീട് ശൈത്താന്റെ ഭവനമായി മാറിയിരിക്കുന്നു. അല്ലാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് പലതും മടിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2 നില വീട്ടിലോ AC റൂമിലോ വാഹനത്തിലോ ഒന്നും വല്ല കാര്യം. ഒരു വീടിന്റെ അകത്ത് സന്തോഷവും സമാധാനവും വേണമെങ്കിൽ പ്രിയമുള്ളവരെ, അത് അല്ലാഹു തരുന്നതാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്തുനബിയുടെ മുന്നിൽ വന്നിട്ടൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, നബിയെ, സ്വന്തമായിട്ടൊരു വീട്, നല്ല കച്ചവടം, ഭാര്യ, മക്കൾ, കൂടപ്പുറപ്പ്, എല്ലാവരും വലിയ സന്തോഷത്തില്ല. ഞാൻ സ്വന്തമായിട്ടൊരു വീട് വെച്ച് മാറി, എല്ലാം പോയി. ഈ നാട്ടിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടിന്റെ അകത്ത് ആദ്യം മയ്യത്ത് കയറ്റിയ വീടുണ്ടല്ലോ, ആദ്യം വീടിന്റെ അകത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ, ഒന്ന് കയറ്റിയിട്ട് കൊണ്ടുപോകും, 1 മിനിറ്റ് അതിനകത്ത് കയറ്റി ഇരുത്തിയിട്ട് കൊണ്ടുപോകും എന്ന് പറഞ്ഞ എത്രയോ ജനാസകൾ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന്റെയൊക്കെ കാരണം, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ മലക്കുകളുടെ സാമീപ്യം നമ്മുടെ വീടിന്റെ അകത്തില്ല. നമ്മുടെ വീടിന്റെ അകത്ത് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരുന്നില്ല. നമ്മുടെ വീട് ശൈത്താന്റെ വീട്, അതന്നെ. നമ്മുടെ വീട് ശവപ്പറമ്പായി പോയി. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ വീടുകൾ അല്ലാഹു ബറക്കത്തുള്ള ഭവനമാക്കി തരുമാറാകട്ടെ. അല്ലാഹുവേ, നമ്മുടെ വീടുകൾ പ്രകാശിക്കുന്ന വീടുകളായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരുന്ന ചില വീടുകളുണ്ട്. ചില വീടുകൾ മലക്കുകൾക്ക് നല്ല പരിചയമാണ്. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാവർക്കും ബേജാറാ, ഉസ്താദേ വീടും മക്കളൊക്കെ പോവോ, എല്ലാവർക്കും പ്രയാസം. എന്റെ വീട് നഷ്ടപ്പെട്ടു പോകുമോ, എന്റെ സമ്പാദ്യം നഷ്ടപ്പെട്ടു പോകുമോ, എന്റെ മക്കളെയൊക്കെ ഞാൻ എങ്ങനെ കെട്ടിക്കും? ഇതാ എല്ലാവർക്കും വലിയ വല്ലാത്ത പ്രയാസം. ഇതിനു വേണ്ടിയല്ലേ കടന്ന് കഷ്ടപ്പെടുന്നേ? എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദര, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ പേടിക്കണ്ട, നിന്റെ ഒന്നും നഷ്ടപ്പെടൂല. നീ അധ്വാനിച്ചുണ്ടാക്കിയ ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിച്ച ഒന്നും നഷ്ടപ്പെടൂല. ഖുർആനിലെ ഒരു ആയത്ത് ഓതിയാ മതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നീ നിന്റെ വീട് നഷ്ടപ്പെട്ടു പോകുമെന്നോ, അല്ലെങ്കിൽ നിന്റെ സമ്പാദ്യം മുഴുവനും നഷ്ടപ്പെട്ടു, നീ ഭയപ്പെടണ്ട. എന്ത് ചെയ്താൽ മതി? അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരു ആയത്ത് ഓതിയാ മതി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? ഒരായത്ത് താല്പര്യമുള്ളവർ കൈവക്ക്. ഒറ്റ ആയത്ത് വേണമെങ്കിൽ പൊക്കിയാൽ മതി. നിനക്കല്ലേ, എനിക്കെന്ത് നേട്ടം? നിന്റെ വീട് വിൽക്കണോ വിൽക്കണ്ടേ നീയല്ലേ തീരുമാനിക്കണ്ടേ? ഇല്ല ഉസ്താദെ, കുഴപ്പമൊന്നുമില്ല, ഇല്ലേ? തന്ന അല്ലാഹ്ക്ക് പെട്ടെന്ന് ഇതൊക്കെ എടുത്ത് മാറ്റാനും കഴിയും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വീട് പ്രകാശിക്കും. ആകാശ ലോകത്ത് നിന്ന് മലക്കുകൾ നോക്കുമ്പോൾ ചില വീടുകൾ പ്രകാശിക്കും. മലക്കുകൾക്ക് നല്ല പരിചയമാണ് ചില വീട്. ഈ നാട്ടിലെ ചില വീടുകൾ മലക്കിന് നല്ല പരിചയമാണ്. അതിന് ആലിമാകണമെന്നില്ല, തങ്ങളാകണമെന്നൊന്നുമില്ല. സാധാരണ മനുഷ്യനാണെങ്കിലും നിന്റെ വീട് അല്ലാഹുവിന്റെ മലക്കുകളുടെ സാന്നിധ്യമുള്ള പ്രകാശിക്കുന്ന ഒരു ഭവനമാകണമെങ്കിൽ ചില കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്താൽ മതി. ചില കാര്യങ്ങൾ ആ വീടിന്റെ അകത്ത് ചെയ്താൽ നിന്റെ വീട് പ്രകാശിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, അല്ലാഹുവിന്റെ കോടാനുകോടി മലക്കുകൾ അല്ലാഹുവിന്റെ സൈന്യമാണ്. മലക്കുകൾ, അവരുടെ എണ്ണം അല്ലാഹുവിനല്ലാതെ മറ്റൊരാൾക്കും അറിയില്ല. ആ മലക്കുകൾക്ക് പരിചയമുള്ള ചില വീടുകളുണ്ട്. അവരതാ ആകാശ ലോകത്ത് നിന്ന് നോക്കുമ്പോൾ പ്രകാശിക്കുന്ന ചില ഭവനങ്ങളുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബികൾ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ,
മലക്കുകൾ നോക്കുമ്പോൾ പ്രകാശിക്കുന്ന വീടേതാ? മലക്കുകൾക്ക് പരിചയമുള്ള വീടേതാ? മലക്കിന്റെ സാന്നിധ്യമുള്ള വീടേതാ? റഹ്മത്തിന്റെ മാലാകമാരി ഇറങ്ങി വരുന്ന ഭവനമേതാ? മുത്തുനബി പറയുന്നു, സ്വഹാബാ, ഈ രാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ടവരോട് പറയാറുള്ളത്, എനിക്കോ സഹോദരാ, ഈ പറയുന്ന നല്ല ഗുണങ്ങൾ നിന്റെ വീടിന്റെ അകത്ത് ചെയ്യുന്നുണ്ടോ? ഈ പറയുന്ന നല്ല കാര്യങ്ങൾ നിന്റെ വീടിന്റെ അകത്ത് നടക്കുന്നുണ്ടോ? എങ്കിലും നിന്റെ വീട് പ്രകാശിക്കുന്ന വീടാണ്. ഈ ഭൂമിയിൽ ഇരുന്നിട്ട് വൈകുന്നേരം പാതിരാത്രി ആകാശത്തിലേക്ക് നോക്കുമ്പോ നക്ഷത്രങ്ങൾ തിളങ്ങുന്നത് പോലെ നിനക്ക് കാണാമല്ലോ. ചെറുപ്രായത്തിൽ നിന്റെ ഉമ്മ ഭക്ഷണം മാറി തന്നത് ഈ നക്ഷത്രത്തിനെ കാണിച്ചിട്ടാണ്. ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളെ കാണിച്ചിട്ട് ഉമ്മമാര് നമുക്ക് ഭക്ഷണം മാറി തന്നിട്ടുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, സ്വഹാബാ, ഭൂമിയിൽ ഇരുന്നു കൊണ്ട് ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളെ നമ്മൾ കാണുന്നത് പോലെ അതാ മലക്കുകൾ ഭൂമിയിലേക്ക് നോക്കുമ്പോ ചില വീടുകൾ പ്രകാശിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ വീടിനെ അലങ്കരിക്കേണ്ടത് എങ്ങനെയെന്നറിയുമോ? നമ്മുടെ വീടുകൾ അലങ്കരിക്കേണ്ടത് എങ്ങനെയെന്നറിയുമോ? ലക്ഷങ്ങൾ മുടക്കിയിട്ടല്ല, വലിയ ലൈറ്റുകൾ വെച്ചിട്ടല്ല, ഗ്രാനൈറ്റ് ഇട്ടിട്ടില്ല. എന്റെ പ്രിയമുള്ളവരെ, എങ്ങനെയാണ് വീടുകൾ അലങ്കരിക്കേണ്ടതെന്നറിയുമോ? അല്ലാഹുവിന്റെ ഭവനം എങ്ങനെയാണ് അലങ്കരിക്കുന്നത്? അല്ലാഹുവിന്റെ വീടാണല്ലോ. ഈ ലോകത്തുള്ള സർവ്വ പള്ളികളും അല്ലാഹുവിന്റെ ഭവനമാണ്. അല്ലാഹുവിന്റെ ഭവനമാണ്. അല്ലാഹുവിന്റെ ഭവനത്തിനെ അലങ്കരിക്കുന്നത് ഇബാദത്ത് കൊണ്ടാ. മുത്തുനബിയാണ് പറയുന്നത്, അല്ലാഹുവിന്റെ വീടുകൾ അലങ്കരിക്കുന്നത് ഇബാദത്ത് കൊണ്ടാ, നിസ്കാരം കൊണ്ടാ. അതുകൊണ്ട് സഹോദരാ, നിന്റെ വീട് പ്രകാശിക്കണോ? ഒന്നാമത്തെ കാര്യം, ആ വീട്ടിലെ നിസ്കാരം ഉണ്ടാകണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, നമസ്കാരമുള്ള വീട്, നമസ്കാരമുള്ള വീട്, നമസ്കാരമില്ലാത്ത വീട് ശൈത്താനിന്റെ വീടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു